ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരണ്യ. ഞാനൊരു 5-6 സ്ഥാപനങ്ങളിൽ ഓൺലൈനായിട്ട് ട്യൂഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എഴുതാനും വായിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു പാഠഭാഗം വായിക്കാൻ പറഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ അവർക്ക് എഴുതാനും വായിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതും 5-ാം ക്ലാസ്സിന് മേലെ ഉള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥാപനം ഒരു ക്ലാസ് അസൈൻ ചെയ്ത് തരുമ്പോൾ പൊതുവേ 1 മണിക്കൂറാണ് ക്ലാസ് വരിക. അപ്പോൾ ഈ 1 മണിക്കൂർ ക്ലാസ്സിൽ കുട്ടികൾക്ക് ബേസ് ഇല്ലാത്ത കുട്ടികളെ ബേസ് പഠിപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 1 അവറാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കതിൽ ഈ ടെക്സ്റ്റ് ബുക്കും സ്കൂളിലെ നോട്ട് ബുക്കുകളും പിന്നെ റിവിഷനും അസസ്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ബേസ് കിട്ടാത്തത് കാരണം കൊണ്ട് പലപ്പോഴും എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമവും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതായത് 7-ലും 8-ലും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും എഴുതാനും വായിക്കാനും ഒത്തിരി പ്രയാസം തോന്നും. അപ്പോൾ ഞാൻ കുട്ടികളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ പാരൻസിനെ പറയുകയോ ടീച്ചേഴ്സിനെ, അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ, ഞാനൊരു ടീച്ചറാണ്, അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കുറച്ചും കൂടി പോകുമ്പോൾ കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാണ്, പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും 1 അവർ ക്ലാസ് നമുക്ക് അസൈൻ ചെയ്ത് തരുമ്പോൾ അതിനിടയിൽ നമുക്ക് ഈ ബേസും കൂടി ക്ലിയറാക്കി കൊടുക്കാനായിട്ട് പരിമിതികളാണ്. അതായത് പലപ്പോഴും പറ്റാറില്ല. നമ്മൾ എപ്പോഴും എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വായിച്ചു പോവും. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സുകൾ പറഞ്ഞു കൊടുക്കും. അവർ അത് എക്സാം നടത്തണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ആ ഒരു 1 ഇയറിൽ ഉണ്ടാവുക. അപ്പം ഞാനൊരു ഓൺലൈനായിട്ട് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനപ്പോൾ വിചാരിച്ചു, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല കുട്ടികൾക്കും ബേസ് തീരെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുട്ടികളുണ്ട് അല്ലേ, നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഒരു ബേസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പോഴേ കുറച്ച് നാൾ മുന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ടൈം ആണ് ഈ ഒരു 2 months വെക്കേഷൻ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേറൊന്നും പഠിക്കാൻ കാണത്തില്ല. ഓക്കെ, സ്കൂളിലെ കരിക്കുലം പഠിക്കണ്ട, നമുക്ക് ഈ ഫൗണ്ടേഷൻ മാത്രം പഠിച്ചാൽ മതി. 2 months ഉണ്ട്. അതേപോലെ തന്നെ 1 അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിൽക്കുന്ന പോലെ 1 അവർ നമ്മൾ കംപ്ലീറ്റ് ആക്കണമെന്നില്ല. അപ്പോൾ 1 അവർ വേണമെങ്കിൽ എടുക്കാം, 1 അവറിൽ കൂടുതൽ നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ക്ലാസ് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ആൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പല സ്ഥാപനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ തന്നെ എനിക്ക് അഡ്മിഷൻസിന് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതും എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചതൊക്കെ അവർക്ക് ഇഷ്ടമായത് കാരണം കൊണ്ടായിരിക്കും ആ പാരൻസും കുട്ടികളും എന്നെ സമീപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് പലരുടെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ പല കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അവർക്ക് ബേസ് തീരെ കുറവായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസ് കറക്റ്റാക്കിയാൽ മാത്രമേ അവർക്ക് കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു 2 months വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഈ ഒരു 2 months വെക്കേഷൻ ടൈമിൽ നമുക്ക് അത് ക്ലിയറാക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അപ്പോൾ അഡ്മിഷൻസ് കുറച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഞാൻ മാക്സിമം അവർക്ക് ഇതെല്ലാം ക്ലിയറാക്കി കൊടുക്കും. നമ്മൾ ബേസ് എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ബേസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇതിൽ കൂടെ എൻ്റെ ഒപ്പം തന്നെ വേറെയും കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു 2 months വെക്കേഷൻ കോഴ്സിൽ ചേരാം. നമ്മൾ 100% അത് ഗ്യാരൻറ്റി പറയുവാണ് നിങ്ങളുടെ കുട്ടിയുടെ ബേസ് ക്ലിയറാക്കി കൊടുക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ.